സന്തോഷിക്കാതിരിക്കാൻ കാര്യമില്ല. കാരണം നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോരാടിയത്, അല്ലാതെ നീതി കേടിന് വേണ്ടി നമ്മൾ പോരാടിയിട്ടില്ല. ഇപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ അച്ഛൻ ഒരു മാതൃകയാണ്. ഈ നാട്ടിൽ തന്നെയല്ല, ഈ പല രാജ്യങ്ങൾക്ക് ഇതൊരു മാതൃകയായിരിക്കണം. മുൻപം വിഷയം ഇത് തന്നെയാണ് നമ്മൾ തെളിയിച്ചും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ്. കടലിൽ പോയി 10 ദിവസം 15 ദിവസമൊക്കെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് അന്തി ഉറങ്ങി സമരം ചെയ്യേണ്ട ഗതികേട് വന്ന ഒരു ജനതയാണ് മുൻപം ജനത. അപ്പം അതൊരു മാതൃകയായിട്ട് തന്നെ ഇരിക്കട്ടെ, അതൊരു പഠിത്തം തന്നെ ആയിരിക്കട്ടെ. വക്കഫിന് തന്നെ, വക്കഫിനാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യമായിട്ട് നമ്മുടെ എതിർകക്ഷി അവരല്ലേ. അപ്പം അവർക്ക് ഒരു മാതൃക നമുക്ക് കാണിച്ചു കൊടുത്തു. സമരം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആശ്വാസകരമായ ഒരു വാക്ക് അത് നീതിപീഠത്തിൽ തന്നെ ലഭിച്ചു. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം. മാതാവ് ഇന്ന് പുറത്തിറങ്ങുന്ന ദിവസം. ഇന്ന് സഞ്ചരിക്കുകയാണ് മാതാവ്. ഈ നാട്ടിൽ മൊത്തം സഞ്ചരിക്കുക, ഞങ്ങളുടെ ഇടവകൾ മൊത്തം ഇന്ന് മാതാവ് ഇറങ്ങി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മാതാവിന്റെ കാൽപ്പാട് കുത്താൻ പോകുന്ന ദിവസം തന്നെ ഇത് നമുക്ക് അനുകൂലമായിട്ട് വന്ന ഒരു സന്തോഷം കൂടിയാണ് ഇന്ന്. അതാണ് നമുക്ക് ഏറ്റവും വലിയ. അതാണ് ഒരു ദേവാലയത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പുണ്യകർമ്മങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അവിടെ ദുഷ്കർമ്മങ്ങളൊന്നും പാലിക്കാനായിട്ട് അനുവദിക്കത്തില്ല. പിന്നെ ഇവിടെ വന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ജനങ്ങളെ നമ്മൾ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളെ സന്തോഷിച്ചത്. നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല. ആ ഒരു വാക്കുകളാണ് ഇന്നും ഇത് നിലനിന്ന് ഈ 1 വർഷം വരെ നിലനിന്ന് പോകേണ്ടതായിട്ട് വന്നത്. മനസ്സിലായ? അപ്പൊ ആ വേദനകൾ ഇന്ന് മാതാവ് നമുക്ക് മാറ്റിത്തന്നു. അത് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഈ സമരം തുടങ്ങിയിട്ട് 365 ദിവസത്തിന് 2 ദിവസമുള്ളൂ. ഞങ്ങൾ കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന ഒരു ഇതായിട്ട് ഞങ്ങൾ സമരം ഒന്നും കൂടി പുതിയൊരു മാർഗത്തിലേക്ക് പോകാനിരിക്കവെയാണ് ഈ സന്തോഷകരമായ വാർത്ത ഞങ്ങളെ തേടിയെത്തുന്നത്. ഈ 610 കുടുംബങ്ങളും ഈ സന്തോഷ വാർത്ത കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര നാൾ കാത്തിരുന്നത്. ഞങ്ങളുടെ മാതാവ് ജപമാല മാസം ആയതുകൊണ്ട് ഇന്ന് ഓരോ യൂണിറ്റിലേക്കും ഓരോ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ കണ്ണീരിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ സന്തോഷ വാർത്ത. ഈ സമരത്തിന് ഈ സന്തോഷ വാർത്ത ഈ തിരശീല വീഴ്ത്തും എന്ന് തന്നെ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു.